Hi friends, welcome back. ഈ വീഡിയോയിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലുള്ള ചില സെന്റൻസുകളും ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഐ ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് മോർണിംഗ്. ഐ ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് മോർണിംഗ് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ മുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഹാവ് യു ബീൻ ട്രാവലിംഗ് സിൻസ് മോർണിംഗ്. ഇത് ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു ബീൻ ട്രാവലിംഗ് സിൻസ് മോർണിംഗ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് ഓക്സിലറി വെർബായിട്ടുള്ള ഹാവിനെ ആദ്യം എഴുതുക, പിന്നെ സബ്ജക്റ്റ്, അതിനുശേഷം ബീൻ, പിന്നെ വെർബിന്റെ ING ഫോം, പിന്നെ അതിനുശേഷം വരുന്നത് സിൻസ് എന്ന് വെച്ചാൽ അതിന് മുതൽ എന്ന് പറയില്ല, അതാണ് അതിന്റെ അർത്ഥം. അത് അതിന്റെ മലയാളം നമുക്ക് നോക്കാം. അതായത് ING ഫോമിലുള്ള വെർബ് കഴിഞ്ഞാൽ ആ സമയം, ഒരു പർട്ടിക്കുലർ സമയം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നോക്കാം. നിങ്ങൾ രാവിലെ മുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഹാവ് യു ബീൻ ട്രാവലിംഗ് സിൻസ് മോർണിംഗ്. ഓക്കെ. ഇനി അടുത്തത് ഐ ഹാവിന്റ് ബീൻ ട്രാവലിംഗ് ഫോർ 2 hours. ഇവിടെ നമ്മുടെ സെന്റൻസ് നെഗറ്റീവാണ്. അതായത് അതിന്റെ മീനിങ് നമുക്ക് നോക്കാം. ഞാൻ 2 മണിക്കൂറായി യാത്ര ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ 2 മണിക്കൂറായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നൊക്കെ പറയാം. അടുത്തത് ഈ നെഗറ്റീവ് സെന്റൻസിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാവ് യു ബീൻ ട്രാവലിംഗ് ഫോർ 2 hours. നെഗറ്റീവ് സെന്റൻസിനെ ഇതുപോലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് ആ ഹാവ് പിന്നെ നോട്ട് കൂടി നമ്മൾ ചേർക്കണം. ഇവിടെ ഹാവിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് നോട്ട് എന്നാണ്. ഈ ഹാവ് നോട്ടിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ ഹാവിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹാവ് യു ബീൻ ട്രാവലിംഗ് ഫോർ 2 hours എന്ന് ക്വസ്റ്റ്യൻ ആക്കാം. ഇവിടെയും നമ്മൾ ഈ ഓക്സിലറി വെർബിനെ ഫസ്റ്റ് എഴുതുകയാണ് ചെയ്യുക. പിന്നീട് അതിന്റെ സബ്ജക്റ്റ്, അതിനുശേഷം ബീൻ, പിന്നെ വരുന്നത് വെർബ് എന്താണോ അതിന്റെ ING ഫോം, പിന്നെ ടൈം, അതാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ ഫോർ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്നാൽ സിൻസ് എന്നല്ല. ഫോർ എന്ന് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു കറക്റ്റ് ടൈം അല്ല പറയുന്നത്. ഒരു ഏകദേശം നമ്മൾ ഇപ്പൊ 2 hours എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അത് 2 മണിക്കൂറായിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. മണിക്കൂറായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. നീ 2 മണിക്കൂറായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ. അടുത്തത് അനു ആൻഡ് സനു ഹാവ് ബീൻ വർക്കിംഗ് റീസെന്റ്ലി. അനുവും സനുവും അടുത്തിടെയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇതിന്റെ മീനിങ്. അടുത്തത് ബട്ട് ദേ ഹാവിന്റ് ബീൻ ഡൂയിങ് എക്സസൈസ് റീസെന്റ്ലി. പക്ഷേ അവർ അടുത്തിടെയായി വ്യായാമം ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഹാസ് അനു ബീൻ ഡ്രൈവിംഗ് കാർ ഫോർ 5 minutes. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അനു എന്ന് വരുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഇവിടെ എന്താണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ തൊട്ട് മുകളിലുള്ള സെന്റൻസിൽ നമ്മൾ കാണുന്നത് അനു ആൻഡ് സനു എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 പേരുകൾ അവിടെ വരുന്നുണ്ട്. 2 പേരുകൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു സിംഗുലർ സബ്ജക്റ്റ് അല്ല, പകരം 2 പേരുകൾ ഉള്ളത് കൊണ്ട് അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹാസ് അനു ബീൻ ഡ്രൈവിംഗ് കാർ ഫോർ 5 minutes എന്നുള്ളതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അനു 5 മിനിറ്റായി കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് യെസ് അനു ഹാസ് ബീൻ ഡ്രൈവിംഗ് കാർ ഫോർ 5 minutes. അതെ, അതിന്റെ ആൻസർ ആണ് പറയുന്നത്. അതെ, അനു 5 മിനിറ്റായി കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിന്റെ മീനിങ്. അടുത്തത് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ മലയാളം മീനിങ് നമ്മൾ കൊടുക്കും. ആ മലയാളം മീനിങ്ങിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു നോക്കുക. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തതിനു ശേഷം നോക്കുക. ഇപ്പൊ ഇവിടെ നീ 8 AM മുതൽ ഒരു കഥ വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ മലയാളം നമുക്ക് തന്നിട്ടുണ്ട്.
അതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. ഹാവ് യു ബീൻ റീഡിംഗ് എ സ്റ്റോറി സിൻസ് 8 AM എന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ. അടുത്തത്, അതെ, ഞാൻ 8 AM മുതൽ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഐ ഹാവ് ബീൻ റീഡിംഗ് എ സ്റ്റോറി സിൻസ് 8 AM. അവൾ 5 മണി മുതൽ ഒരു പാർക്ക് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഹാസൻ ഷീ ബീൻ വിസിറ്റിംഗ് എ പാർക്ക് സിൻസ് 5 o'clock? ഇവിടെ സിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, കാരണം നമ്മൾ കറക്റ്റ് ഒരു സമയം പറഞ്ഞിട്ടുണ്ട് 5 o'clock എന്ന്. അതുകൊണ്ടാണ് സിൻസ് യൂസ് ചെയ്തത്. എന്ന് വെച്ചാൽ മുതൽ എന്നാണ് അതിന്റെ അർത്ഥം, സിൻസിന്റെ മീനിങ്. അല്ല, അവൾ 5 മണി മുതൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോ, ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ബുക്ക് സിൻസ് 5 o'clock. അടുത്തത്, അവൾ 2010 മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഹാസ് ഷീ ബീൻ ടീച്ചിങ് സിൻസ് 2010? ഇല്ല, അവൾ 2010 മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല. അല്ലെങ്കിൽ അവൾ 2010 മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നും പറയാം. അതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? നോ, ഷീ ഹാസന്റ് ബീൻ ടീച്ചിങ് സിൻസ് 2010. അവൻ 2010 മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണത്. ഹാസൻ ഹി ബീൻ ടീച്ചിങ് സിൻസ് 2010? അതെ, അവൻ 2010 മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഹി ഹാസ് ബീൻ ടീച്ചിങ് സിൻസ് 2010.